ബ്രഷും പെയിന്റുമില്ലാതെ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവാസി മലയാളിയെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഇത് തിരുവനന്തപുരം വാഴിച്ചാൽ ചിറയാനിക്കര സ്വദേശി ഡി അജിത് കുമാർ. ആനുകാലികങ്ങളുടെ പേജുകൾ ഉപയോഗിച്ച് തീർത്ത ഒമാൻ രാജാവിന്റെ ചിത്രം വിസ്മയമാകുന്നു. ഒരു മാസം മുമ്പാണ് അജയകുമാർ ഒമാനിലെത്തിയത്. ചില ചെറിയ ചിത്രങ്ങൾ ആദ്യം വരച്ചിരുന്നു. അപ്പോഴാണ് പുതിയ ആശയം മനസ്സിൽ വന്നത്. വായിച്ചു വലിച്ചെറിയുന്ന മാസികകളുടെ താളുകളിലെ വർണ്ണങ്ങളിൽ താൻ കണ്ട ജനപ്രിയ ഭരണാധികാരി സുൽത്താൻ കാബൂസ് ബിൻ സെയ്ദിന്റെ ചിത്രമൊരുക്കുവാൻ ആഗ്രഹം നാം വിട്ടത്. മാസികയിലെ വിവിധ വർണ്ണങ്ങളിലുള്ള ഗ്ലോസി പേജുകൾ ചെറുതായി വെട്ടിയെടുത്താണ് രചന. ബ്രഷിനും ചായത്തിനും അതീതമായ ഒരു രചനയാണിത്. ഓയിൽ കളറോ വാട്ടർ കളറോ മറ്റു മീഡിയങ്ങളോ അല്ല ഈ ദൃശ്യത്തെ വൈവിധ്യമാക്കുന്നത്. ആരും അധികം ശ്രദ്ധിക്കാതെ വലിച്ചെറിയുന്ന വേസ്റ്റ് കളർ പേപ്പർ മീഡിയമാക്കിയുള്ള അജയന്റെ കലാസൃഷ്ടി ആരെയും അമ്പരപ്പിക്കുന്നതാണ്. പേര് അജയകുമാറാണ്. നാട്ടിലെ സ്ഥലം തിരുവനന്തപുരം വാഴിച്ചാൽ ചിറയാനിക്കര, അവിടെയാണ് സ്ഥലം. അപ്പോൾ ഞാനൊരു 8 വർഷം മുമ്പ് ആദ്യമായിട്ട് സൗദിയിൽ പോയി. അപ്പോൾ അതിനു മുമ്പ് ബേസിക്കലി ഒരു ആർട്ടിസ്റ്റാണ്. 3 വർഷം പാറശാല വീനസ് ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഡ്രോയിങ്ങിൻ്റെ. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ബെൽജിയം കമ്പനിയിൽ 12 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് സൗദിയിൽ പോകുന്നത്. അപ്പോൾ ഈ കമ്പനിയിൽ ജോലി ചെയ്തതിന് ശേഷം കലാ ഫീൽഡിൽ നിന്ന് കുറച്ച് മാറി നിൽക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ സൗദിയിൽ പോയിട്ട് വേറൊരു ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ജോലി, അതിനാണ് പോയത്. അപ്പോൾ കുറച്ച് നാൾ കലാ ജീവിതത്തിനൊന്ന് മാറി നിൽക്കണമെന്ന് വിചാരിച്ചാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് വീണ്ടും അവിടുത്തെ ഒരു ജോലി കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈമിൽ ടൈം പാസ് ഇല്ല. അങ്ങനെ കുറേ ബോറടിച്ചിട്ട് ലാസ്റ്റിൽ വീണ്ടും ചിത്രം വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ വരയ്ക്കാൻ തുടങ്ങി ഞാൻ ആദ്യമായിട്ട് അബ്ദുള്ള രാജാവിൻ്റെ ഒരു പെൻസിൽ ഡ്രോയിങ് വരച്ച് ഞങ്ങളുടെ ഈ ഹോട്ടലിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ അത് കണ്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറച്ച് കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഇത് രാജാവിന് സമ്മാനമായിട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങോ ഓയിൽ പെയിന്റിങ്ങോ എല്ലാവരും ചെയ്യുന്നതാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ചിത്രം ഒരിക്കലും രാജാവിൻ്റെ അടുത്ത് കൊണ്ടെത്തിക്കാൻ പറ്റില്ല, സാധിക്കില്ല. എല്ലാവരും ചെയ്യുന്ന ഒരു സാധനം. അങ്ങനെ രാജാവിനെ കാണണമെങ്കിൽ തികച്ചും വ്യത്യസ്തമായ, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു ഇത് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഒരു ആൾ കുറേ ഈ പഴയ മാഗസിൻ കൊണ്ട് കളയാൻ പോകുന്നു. എന്നിട്ട് ഞാൻ അയാളോട് ചോദിച്ചു, ഇത് തരുമെന്ന് ചോദിച്ചു. വെറുതെ പടം നോക്കാനാണ്, അറബിക്കാണ്. അങ്ങനെ അയാളിൽ നിന്ന് ആ സാധനം വാങ്ങിച്ചു, മാഗസിനൊക്കെ വാങ്ങിച്ചു. റൂമിൽ കൊണ്ട് നോക്കിയപ്പോൾ ഇവിടത്തേക്കാൾ കൂടുതൽ കളർ പേജുകളുള്ള മാഗസിനകത്ത് ഒരുപാട് കളർ പേജുകളുണ്ട്. അങ്ങനെ ഞാൻ വെറുതെ ഇരുന്ന സമയത്ത് ഈ ഒരു ഷീറ്റിൽ രാജാവിൻ്റെ ചിത്രം സ്കെച്ച് ചെയ്ത് വെച്ചിട്ട് ഈ കളർ പേപ്പറൊക്കെ വെറുതെ ഇങ്ങനെ പറക്കിയൊക്കെ ഒട്ടിച്ചു നോക്കിയപ്പോൾ ഒരു ഷേപ്പൊക്കെ വരുന്നുണ്ട്. നമ്മൾ സാധാരണ കളർ കൊണ്ട് ചെയ്യുന്ന പോലെ ഒരു ചെറിയ ഇത് വരുന്നു. പിന്നെ അതിനെ ഡെവലപ്പ് എടുത്തൊരു 4 മാസം കൊണ്ട് ഒരു 300ഓളം മാഗസിൻ, ഈ കിട്ടിയതും വേറെ കുറെ കളക്ട് ചെയ്ത് 300ഓളം മാഗസിനകത്തിന് ഒരു 4 മാസം കൊണ്ട് ആ ചിത്രം പൂർത്തിയാക്കി വെച്ചു. ചിത്രം എന്ന് വെച്ചാൽ ഈ പേപ്പർ കഷ്ണങ്ങളല്ല, യഥാർത്ഥത്തിൽ അക്ഷരങ്ങൾ കൊണ്ട് ചിത്രം, അതാണ് കൺസെപ്റ്റ്. അക്ഷരങ്ങളാണ് ആ ഫ്രെയിമിനകത്തുള്ള എല്ലാം അക്ഷരങ്ങളോട് കൂടിയ പേജുകളിൽ നിന്ന് അക്ഷരങ്ങൾ കീറിയെടുത്ത്, പ്ലെയിൻ പേപ്പറല്ല, അക്ഷരങ്ങളുള്ള കളർ പേജുകൾ, അക്ഷരങ്ങൾ കൊണ്ട് ചിത്രം. അങ്ങനെയാണ് അത്. അക്ഷരത്തിന് അത്രയും മൂല്യമുണ്ട്, മറ്റെന്തിനേക്കാളും മൂല്യമുള്ള ഒരു ഇതുകൊണ്ട് രാജാവിനെ ചിത്രം ചെയ്തു. അങ്ങനെ ചിത്രം ചെയ്തു. റൂമിൽ വെച്ചപ്പോൾ കുറേ പേരുടെ അഭിപ്രായത്തിൽ ഇങ്ങനെ വേസ്റ്റ് പേപ്പർ കൊണ്ടൊക്കെ രാജാവിന് ചെയ്ത് കഴിഞ്ഞാൽ അത് എടുക്കുമെന്നറിയില്ല. വേസ്റ്റ് പേപ്പർ കൊണ്ട് രാജാവിൻ്റെ മുഖം ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ഞങ്ങൾ പേടിച്ചിട്ട് റൂമിൽ തന്നെ വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അയാൾ വന്ന് ഈ ചിത്രം കണ്ട്, ആർട്ടിസ്റ്റാണ്. അയാൾ വന്ന് ചിത്രം കണ്ടതിന് ശേഷം അദ്ദേഹം ഒരു റിപ്പോർട്ടറെ വിളിച്ചു, മലയാളം, അവിടുത്തെ റിപ്പോർട്ടർ വന്ന് കണ്ട് അയാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അടുത്ത ആഴ്ചത്തെ സൺഡേ സപ്ലിമെന്റിൽ വലിയൊരു വാർത്ത ഇതിനെക്കുറിച്ച് വന്നു. പിന്നെ അതിനെ തുടർന്ന് ഇംഗ്ലീഷ് പത്രങ്ങളും അറബ് പത്രങ്ങളും എല്ലാം ഏറ്റെടുത്തു, വലിയ വാർത്തയായി. അവസാനം ഞങ്ങൾക്ക് ഈ രാജാവിൻ്റെ മകനെ കാണിക്കാനൊരു അവസരം കിട്ടി. ഈ ചിത്രം അദ്ദേഹത്തിനെ കൊണ്ട് കാണിച്ചു. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിങ്ങനെ അത്ഭുതമായിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ. ഇങ്ങനെയാണ് ഈ പേപ്പർ കഷ്ണങ്ങൾ കൊണ്ട് ഇങ്ങനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല, ഞാൻ പറയാതെ അറിയില്ല ഇത് ഇങ്ങനെയാണ് ചെയ്തതെന്ന്. ഭയങ്കര അത്ഭുതമായപ്പോൾ അദ്ദേഹം വാങ്ങിച്ച് റൂമിൽ വെച്ചു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് അബ്ദുൾ രാജാവ് ഞങ്ങൾ നിൽക്കുന്ന ദമാം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിസിറ്റിന് വന്നിട്ട് അവിടെ വന്ന സമയത്ത് മകൻ എന്നെ വിളിപ്പിച്ചു.
എന്നെ കൊണ്ട് രാജാവിൻ്റെ അടുത്ത് പോയി ചിത്രം നേരിട്ട് സമ്മാനമായിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റിയ, അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. രാജാവിനെ കാണാൻ അവിടുത്തെ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സാധാരണക്കാരൻ രാജാവിനെ കാണുന്നത്. അങ്ങനെ വലിയ വാർത്ത, അങ്ങനെ പത്രങ്ങളും TV എല്ലാം ഭയങ്കര വാർത്തയായിരുന്നു. അപ്പോൾ അത് ഒരു ഭയങ്കര ഇതായി, ഒരു പ്രചോദനമായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അനിയൻ ഇവിടെ ഉണ്ട് മസ്കറ്റിൽ. അങ്ങനെ എപ്പോഴെങ്കിലും ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വരാൻ പറ്റുമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മസ്കറ്റിൽ വരുമ്പോൾ എന്തായാലും ഇവിടുത്തെ രാജാവിൻ്റെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കാണുന്നത് ഒരു ഭയങ്കര നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അപ്പുറത്തെ ഒരു കാര്യമാണ്. ഈ സൗദി രാജാവിനെ കാണുന്നു, ഈ ഇവിടുത്തെ ഒമാൻ രാജാവിനെ. അങ്ങനെയാണ് ഒമാൻ രാജാവിനെ നാട്ടിൽ വെച്ച് ഏകദേശം പൂർത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഫിനിഷ് ചെയ്തു, എല്ലാം വാങ്ങിച്ച് ഫ്രെയിമൊക്കെ ചെയ്തു. ഒറ്റ നോട്ടത്തിൽ എണ്ണച്ചായമെന്ന് തോന്നിക്കുന്ന ഈ ചിത്രം സൂക്ഷ്മദൃഷ്ടിയിൽ മാത്രമേ കടലാസ് കഷ്ണങ്ങളിൽ തീർത്ത കൊളാഷാണെന്ന് മനസ്സിലാവൂ. 300 അറബിക് മാഗസിനുകൾ ഉപയോഗിച്ച് 9 മാസമെടുത്താണ് ഇത് തയ്യാറെടുത്തത്. ഈ ചിത്രം ഒമാൻ ഭരണാധികാരിക്ക് നേരിട്ട് നൽകണമെന്ന ആഗ്രഹമാണ് അജയന് ഇപ്പോൾ ഉള്ളത്. ആദ്യം ക്യാൻവാസിൽ ഔട്ട്ലൈൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഔട്ട്ലൈൻ ചെയ്യുന്നു, ചിത്രത്തിന്റെ ഒരു ഔട്ട്ലൈൻ ഇടുന്നു. അത് കഴിഞ്ഞിട്ട് പേപ്പർ ഞാൻ ഇപ്പോൾ കാണിച്ചതുപോലെ ചെറിയ കഷ്ണങ്ങൾ പേപ്പർ അതാത് കളർ, അത് വലിയൊരു ശ്രമകരമായ ജോലിയാണ്. ഈ ചെറിയ കഷ്ണം, ഈ കളർ സെലക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് ചേരുന്ന കളർ ടോണുകളുണ്ട്, കുറെ ടോണുകൾ. ഒരു കളറിൽ നിന്ന് വേറൊരു കളർ ഉൾട്ട് പോകുമ്പം കാണുമ്പം തിരിച്ചറിയാൻ പാടില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഒരു 8 ടോൺ ഉണ്ടാവും. ഒരു കറുപ്പിൽ നിന്ന് വെളുപ്പിലേക്ക് വരുന്നതിനിടയ്ക്ക് ഒരു 4-5 ടോൺ വന്നാലേ ഇത് തമ്മിൽ തിരിച്ചറിയാതിരിക്കും. ഒരു ഒഴുക്കുണ്ടോ, അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അതാണ് ജോലി. ആ കളർ ഇപ്പം മൊത്തം പേപ്പർ നിരത്തിയിട്ട് ഇതിന് ഇടയ്ക്ക് എവിടെ കിടക്കുന്നു എന്നറിയില്ല. ഒരു പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിന്റെ മാച്ചിങ് കളർ, തൊട്ടടുത്ത മാച്ചിങ് കളർ ഇതിനകത്ത് നിന്ന് തിരഞ്ഞെടുക്കണം. അതിനാണ് സമയം എടുക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും, പിന്നെ കളഞ്ഞിട്ട് പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് വെച്ച് പല സമയത്ത് ഇത് ഉപേക്ഷിക്കേണ്ടി വരും. പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ അത്ര ഒരു ഇതാണ്.